ടുണ്ടേരി എടി ടുണ്ടേരി. ഹായ് ഗായ്സ്, എഗെയിൻ ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി ട്രാവൽ വ്ലോഗാണ്. നമ്മളൊരു ഫാം വിസിറ്റ് ചെയ്യാൻ പോവാണ്. അതായത് സ്ട്രോബെറി ഓൾബെറീസ് ഉള്ള ഫാം. അപ്പോൾ അമ്മയുണ്ട്, എൻ്റെ ഏട്ടായിയുണ്ട്, എൻ്റെ കുഞ്ഞുവാവയുണ്ട്, അങ്ങനെ എല്ലാവരും കൂടെ പോവാണ്. വരുന്നുണ്ടോ, വളരെ ഹാപ്പിയാണ് ട്രാവൽ ചെയ്യാൻ, എന്നെ പോലെയല്ല. പിന്നെ ഏട്ടായിയുടെ ഫ്രണ്ടും വൈഫും ഉണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടാണ് പോകുന്നത്. അപ്പോൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് റോഡ് നോക്കിയപ്പോഴത്തേനും അതിഭയാനകമായ ബ്ലോക്ക്. അതിങ്ങനെ കിലോമീറ്റേഴ്സ് നീണ്ടു കിടക്കുമായിരുന്നു. പിന്നെ പോകുന്ന വഴി കാട്, മേട്, കുന്ന്, മല ഒക്കെ ഉണ്ട്. ഫുൾ പച്ചപ്പും ഹരിതാപയാണ് ഗൈസ്. നമ്മുടെ നാട്ടിലെ പോലൊക്കെ തന്നെയാണ്. റോഡ് സൈഡിലെല്ലാം മരവും കാടും ഒക്കെയാണ്. റോഡ് സൈഡ് മാത്രമല്ല, ഇവിടെ പൊതുവെ ഇങ്ങനെ പച്ചപ്പും ഹരിതാപയും ആണ്. ഇപ്പോഴും ആ ബ്ലോക്ക് കണ്ടിന്യൂ ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു തിരിച്ചു വരുമ്പോൾ ഈ വഴി വരുന്നില്ല, വേറെ വഴി വരേണ്ടി വരുമെന്ന്. അങ്ങനെ നമ്മൾ ഫാമിലെത്തി. ഇവർ രണ്ടുമാണ് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ കുഞ്ഞിനെ സ്ട്രോളറിലിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടി കുട്ടി വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ എൻട്രി ആ വഴി, ഈ വഴി എവിടെയാണ് ഇത്, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഒരു ഗ്രീൻ ഹൗസ് ഉള്ള എല്ലാ പൂക്കളും ചെടികളും കായ്കളും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ പൂക്കൾക്കൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നിറവാണ്. നമ്മുടെ നാട്ടിലെക്കാട്ടിൽ ഇവിടെ നിന്ന് ഭയങ്കര കളറും നല്ലതായിട്ട് പൂക്കുകയും ചെയ്യും. ഭയങ്കര വലുപ്പവും ഒക്കെയാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ വെജിറ്റബിൾസ്, അതായത് തക്കാളി നിൽക്കുന്നു, തൊട്ടപ്പുറത്ത് പച്ചമുളക് നിൽപ്പുണ്ട്. വിൽക്കാനുള്ളതും കാണാനുള്ളതും ഒക്കെ അവിടെ ഉണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പോയത് സ്ട്രോബെറി കാണാനും പറിക്കാനുമായിരുന്നു. ബട്ട് അതിൻ്റെ ടിക്കറ്റ് സോൾഡ് ഔട്ടായി. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടു മത്തൻ പൂത്തും കായ്ച്ചും കിടക്കുന്നത്. എനിക്ക് മത്തേലത്തോര ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ മത്തേലത്തോരൊക്കെ പിച്ചി വെക്കായിരുന്നു. ഇതാണ് രാഹുലിൻ്റെ ഫ്രണ്ട്, വൈശാഖ് എന്നാണ് പേര്. പുള്ളിക്കും വൈഫിനും യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ചെയ്യുന്നത്. ബട്ട് അവർക്ക് നാണമാണ് വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട്. അതാണ് കണ്ടോ സ്ട്രോബെറി ചെടികൾ. ബട്ട് നമ്മളെ അകത്തോട്ട് കയറ്റിയില്ല, ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട്. ഇത് പിന്നെ റാസ്ബെറിയുടെ ടിക്കറ്റ് എടുത്ത് നമ്മൾ പിക്ക് ചെയ്യാൻ പോയി. പക്ഷേ അതിൻ്റെ ഓൾമോസ്റ്റ് ഒക്കെ തീർന്നായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടതുമില്ല റാസ്ബെറിയുടെ ടേസ്റ്റ്, വലിയ രസമൊന്നുമില്ല. അങ്ങനെ ചിപ്പി പിക്ക് ചെയ്യുന്നുണ്ട്. വൈശാഖിൻ്റെ വൈഫാണ്. അമ്മ പുറകിൽ നിന്ന് കാര്യമായി പിക്ക് ചെയ്യുന്നുണ്ട്. അവർ രണ്ടും കുഞ്ഞിനെയും കൊണ്ട് സ്ട്രോളറിൽ പോയി. സ്ട്രോളറും കൊണ്ട് പോയി, കുഞ്ഞിനെയും കൊണ്ടുപോയി. അവസാനം നമ്മൾ അവിടുന്ന് ഫാം ഫ്രഷ് സ്ട്രോബെറീസ് വാങ്ങി. കണ്ടോ അതിൻ്റെ സൈസും കളറും ഒക്കെ കണ്ടോ, ഭയങ്കര ടേസ്റ്റുമായിരുന്നു. പിന്നെ അവിടുത്തെ കുറച്ച് ചെടികൾ കണ്ടോ, ഭയങ്കര അടിപൊളി ചെടികൾ, നമ്മുടെ ജമന്തിയൊക്കെ പോലെ നല്ല കുറേ ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ സ്റ്റോളിൽ കയറി ഫാം ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും പിന്നെ ഹോം മെയ്ഡ് ഐറ്റംസ്, ഹാൻഡ് മെയ്ഡ് ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മളൊന്ന് കയറി കണ്ടു. കണ്ടോ, ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ്. പിന്നെ ഹണി, ഇതെല്ലാം ഫാം ഫ്രഷ് തിങ്സ് ആണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവിടുന്ന് ഉണ്ടായ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ സ്ട്രോബെറിയാണ് നമ്മൾ വാങ്ങിയത്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നിൽക്കുകയൊക്കെ ചെയ്തു. അവളും ഭയങ്കര കംഫർട്ടബിളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങി കഴിച്ചു. അടിപൊളി ഐസ്ക്രീമായിരുന്നു. കുറേ നാളിന് ശേഷമാണ് അടിപൊളിയായിട്ട് ഒരു ഐസ്ക്രീം തിന്നുന്നത്. പിന്നെ അവർ രണ്ടും, ഞങ്ങളെല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വന്നു. പോയ കാര്യം വലുതായിട്ട് നടന്നില്ല, എങ്കിലും വാസ് എ നൈസ് ട്രിപ്പ്. കുഞ്ഞപ്പം തിരിച്ചു വന്നപ്പോഴത്തേക്കിനും ഉറങ്ങിപ്പോയി. പിന്നെ ഈ കാണുന്നത് സൺഫ്ലവർ പാടമാണ് ഗൈസ്. നമ്മൾ പിന്നെ വീട്ടിൽ വന്നു. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Don't cry, baby. ഇത്തോട്ടെ ഒരെണ്ണം തിന്ന്. സൈസ് ഉണ്ട്, ജാമ്പക്കയുടെ അത്ര നമ്മളത് കിട്ടൂ കിട്ടൂ. കിട്ടൂ.
ഒരു കടിയും കൂടി. അടിപൊളി. സൂപ്പറായിട്ട്.